തുണ്ട് നമ്മുടെ ബിജു മേനോൻ സാറ് പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. പഞ്ച് ഡയലോഗ്സും കോമഡി നമ്പറുകളും കൊണ്ടുള്ള ഒരു ആറാട്ടം എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാർ ഒരു രക്ഷയില്ലാത്തൊരു സീരിയസ് അഭിനയമാണ്. ഇതിൽ കോപ്പി അടിക്കുന്ന പല സംഭവങ്ങളും പ്രേരിപ്പിക്കുന്നുണ്ട് പലരെയും. പക്ഷേ അത് കണ്ടാലും സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, അതിനുവേണ്ടി മാത്രം കാണുക. അല്ലാണ്ട് പരീക്ഷയ്ക്ക് പോയി ഇത് കണ്ട് കോപ്പി അടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ള. പിന്നെ ഇതിൽ പറയാനുള്ള നമ്മുടെ വെള്ളിമൂങ്ങക്കും ക്രിസ്ത്യൻ ബ്രദേഴ്സിനും ഷെർലക് ടോമിനും ശേഷം ഒരു ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്, ബേബി എന്ന ക്യാരക്ടറാണ് നമ്മുടെ ബിജു മേനോൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കോമഡിയുടെയും ഒരു മാരക പെരുന്നാളെന്ന് പറയാം. ഇതൊരു പോലീസ് സ്റ്റോറിയാണ്. ആക്ഷൻ ഹീറോ ബിജുവിനെ പോലത്തെ ഒരു സീരിയസ് സിനിമയല്ലെങ്കിലും ഇതൊരു ഫുൾ ടൈം ഓണായിട്ട് ചില്ലായിട്ട് കാണാൻ പറ്റുന്നൊരു കോമഡി സിനിമയാണ്. ഇതിൽ നമ്മുടെ ജാങ്കോ സ്പേസിലെ ആങ്കർ നമ്മുടെ സ്നേഹ റജീവരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുമുങ്ങളെയൊക്കെ ആകർഷിച്ച ഒരു സിനിമയാണ്. സാധാരണ സിനിമയിൽ സിനിമാക്കാർ മാത്രമല്ല അഭിനയിക്കുള്ളൂ, ഇതിൽ ആങ്കർ വരെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതുമ നിറഞ്ഞൊരു വണ്ടർഫുള്ളി ഫൺ പാക്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൽ അഭിറാം ചേട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൺ രീതി കാണാൻ പറ്റുന്ന ഒരു പക്ക ഒരു ശനി ഞാറിൽ കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു ബിജു മേനോൻ്റെ ഒരു വെള്ളിമൂങ്ങക്ക് ശേഷം ഒരു കോമഡി സിനിമയായിരിക്കും. തുണ്ട് വെച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? പണ്ടെപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടാവും, പക്ഷെ മെയിൻ പരീക്ഷയ്ക്കൊന്നും പിടിച്ചുകൊണ്ട് പോകില്ല, പിടിച്ചിട്ടില്ല. മെയിൻ പരീക്ഷ വെക്കാറില്ലല്ലോ, പഠിച്ചാൽ വെച്ചിട്ടില്ല. സീക്വൻസ് ഒക്കെ കോമഡി രൂപത്തിലാണ് കാണിച്ചെങ്കിൽ അതൊക്കെ ലൈം ലൈറ്റിന് പുറത്തേക്ക് പുറം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് സൂക്ഷിച്ചുകൊണ്ടും ചെയ്യേണ്ട ഒരു പ്രവണതയാണ് തുണ്ട് വെച്ച് പരിചയം. ഇത് കണ്ടിട്ടാരും സിനിമ ഒരു എന്റർടൈൻമെന്റ് അല്ലാത്ത ഞാൻ പറഞ്ഞു. സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്, എന്റർടൈൻമെന്റ് കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടാലും ഇപ്പോൾ ബാങ്ക് കൊള്ളയടിക്കുന്ന സീക്വൻസ് ഒക്കെ വല്ല സിനിമയിൽ കാണിക്കാനാണ്. അത് കണ്ട് ബാങ്ക് മോഷ്ടിക്കുന്നവർ ചിലപ്പോൾ പിടിക്കപ്പെടാൻ പെട്ടെന്ന് തന്നെ. സിനിമയിൽ പെട്ടെന്ന് പിടിക്കപ്പെടുന്നില്ല, വർഷങ്ങളെടുത്ത് കാണിക്കുന്നത് സീക്വൻസ് ഒക്കെ. പക്ഷേ ഇത് സിനിമ ഒരിക്കലും പ്രചോദനമാകരുത്. കഥയ്ക്ക് വേണ്ടിയാണ് സിനിമയിൽ ഇങ്ങനെ തുണ്ടും ബാങ്ക് ഭക്ഷണമൊക്കെ കാണിക്കുന്നത്. അതൊക്കെ ഒരു ട്രിക്കാണ് സിനിമാക്കാരുടെ. ബിജു ചേച്ചൻ ബിജു മേനോൻ സാറ് പൊളിച്ചടിക്കുമല്ലോ. ഒരു മരണമാസ അഭിനയമാണല്ലോ. ക്രിസ്ത്യൻ ബ്രദേഴ്സിന് ശേഷം ഒരു സീരിയസും കോമഡിയും നിറഞ്ഞൊരു സിനിമയാണ് ഈ സിനിമ. പിന്നെ നമ്മുടെ അഭിറാം സാറൊക്കെ ഇതിനകത്ത് കസറിയിട്ടുണ്ട്. ആറാടി തിമിർത്തത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാറിന്റെ കഥാപാത്രം. ശേഷം ഞെട്ടിക്കുമല്ലോ. ഇപ്പൊ തന്നെ തിയേറ്ററിൽ കുലുങ്ങി ഇളകി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു നർമ്മത്തിൽ പോയിഞ്ഞൊരു സിനിമയാകുമ്പോൾ അതിനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷൈൻ ടോം ചാക്കോ സാറാണ് ഇതിൽ കൂടുതലായിട്ടും കോമഡി ചെയ്യാണ്ട് സീരിയസ് സംഭവങ്ങളൊക്കെ കോമഡി രൂപത്തിലാണ് പറഞ്ഞു വെക്കുന്നത്.